ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ ഹിറ്റ്യൂസ് ഓൺ. അപ്പോൾ നമ്മളുടെ നവംബർ മാസത്തെ എക്സാംസ് ആയ ടെക്നീഷ്യൻ, മിൽമയിൽ ടെക്നീഷ്യൻ, അതേപോലെ ലൈൻമാൻ, അതേപോലെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അതിനൊക്കെ കൺഫർമേഷൻ കൊടുക്കാൻ ലാസ്റ്റ് ഡേറ്റ് ഇന്നലെ ആയിരുന്നു അല്ലെ. അപ്പം അതിൽ എത്ര പേര് കൺഫർമേഷൻ കൊടുത്തിരുന്നു എന്നുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. അപ്പോ അതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ എത്ര പേരാണ് അപ്ലൈ ചെയ്യുന്നില്ലായിരുന്നു നോക്കാം. 96/2025 അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ 10,008 പേര് എന്ത് ചെയ്യാം അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 10,008 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ എത്ര പേര് കൺഫർമേഷൻ കൊടുത്തു എന്നുള്ളത് നോക്കുവാണെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക് ഇൻസ്പെക്ടറിലേക്ക് ഏകദേശം 7,909 പേര് എന്ത് ചെയ്യാം കൺഫർമേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ 7 മണിക്കാണ് നവംബർ മാസം 14-ാം തീയതി രാവിലെ 7 മണി തൊട്ട് 8:50 വരെയാണ് എക്സാം. അതായത് സെപ്റ്റംബർ തൊട്ട് എക്സാമിന്റെ ടൈം ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. 7:15 എന്നുള്ള 7 മണിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 31-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് അത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതിപ്പോ അപ്ലൈ ചെയ്തിട്ട് 3 മാസം 4 മാസമുള്ള തന്നെ എക്സാം ഡേറ്റ് വന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ കൺഫർമേഷൻ കൊടുക്കുന്നതിന്റെ എണ്ണം അവിടെ സ്വാഭാവികമായിട്ടും കൂടിയിട്ടുണ്ടാവും അല്ലെ. മുന്നെന്ന് വെച്ചാൽ ഒരു മാസം, സോറി, 6 മാസം 1 വർഷം കഴിഞ്ഞിട്ടാണ് എക്സാം ഉണ്ടാവും. അപ്പൊ കുറെ പേര് അപ്ലൈ ചെയ്ത് കുറെ പേര് ഇത് അവെയർ ആവുന്നില്ല, അല്ലാതെ അവര് വേറെ എന്തെങ്കിലും ജോലി കിട്ടി പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ കൊണ്ടാണ് കൺഫർമേഷൻ കുറയുന്നുണ്ടാവും. ഇപ്രാവശ്യം 10,000 അത് 7,909, ഏകദേശം 80% ആൾക്കാർ എന്ത് ചെയ്യും അവിടെ കൺഫർമേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ എത്ര പേര് എക്സാം എഴുതുന്നുണ്ടെന്നുള്ളതും അതുകൂടാണ്ട് എത്ര പേര് സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ടെന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോ നമ്മളുടെ ടെക്നീഷ്യൻ അതേപോലെ ലൈൻമാനിന്റെ ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ലൈൻമാന്റെ കേസിൽ പറയുമ്പോൾ 1,881 പേരാണ് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലേക്ക് അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ എത്ര പേര് കൺഫർമേഷൻ കൊടുത്തൊന്നില്ലായിരുന്നു നമുക്ക് നോക്കാം. 1,462 പേര് അവിടെ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കൊല്ലത്തേക്കാണെന്നുണ്ടെങ്കിലോ 1,115 പേര് അപ്ലൈ ചെയ്തതിൽ 831 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എറണാകുളത്തേക്ക് നോക്കുകയാണെങ്കിൽ 2,116-ല് 1,561 പേര് അവിടെ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ തൃശ്ശൂരേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 1,965-ല് 1,419 പേര് കൺഫർമേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പാലക്കാടേക്കാണെന്നുണ്ടെങ്കിൽ 1,882 പേരില് 1,461 പേര് അവിടെ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ടെക്നീഷ്യൻ ഗ്രേഡ് ഇലക്ട്രീഷ്യൻ മിൽമയിലേക്കാണെന്നുണ്ടെങ്കിൽ 6,871 പേരില് 5,328 പേര് അവിടെ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആകെ ഒരാൾ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ആ ഒരാൾ കൺഫർമേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ നമ്മളുടെ ഇൻസ്പെക്ടറിന്റെ കേസിൽ 7,909 പേരാണ് അവിടെ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമ്മളിപ്പോൾ നിങ്ങളെ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.